ആലുവയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി യുവതിയടക്കം രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമളി സ്വദേശിനിയായ 27-കാരിയെ ടൗണിലെ ലോഡ്ജിലും മറ്റൊരാളെ എടയപ്പുറത്തെ പാടത്തുമാണ് കണ്ടെത്തിയത്. രണ്ട് മരണങ്ങളിലും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആലുവയിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായാണ് യുവതിയടക്കം രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുമളി സ്വദേശിനി ജോമോൾ വർഗീസിനെ ആലുവ ടൗണിലെ ലോഡ്ജിലും തിരിച്ചറിയാത്ത ഒരാളെ കീഴ്മാട് എടയപ്പുറത്തെ പാടത്തുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ ലോഡ്ജിൽ മുറിയെടുത്ത ജോമോളിനെ തിങ്കളാഴ്ച രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒരു ദിവസം മുഴുവൻ യുവതി പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തറിഞ്ഞത്. യുവതിയുടെ ബന്ധുക്കളും സുഹൃത്തും ലോഡ്ജിലെത്തി അന്വേഷിച്ചിരുന്നെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എടയപുരം മുടൂർ റോഡിന് സമീപമുള്ള ചതുപ്പിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെന്ന് സംശയിക്കുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെയെങ്കിലും പഴക്കമുണ്ടെന്നാണ് സംശയം. സമീപത്തുള്ള മാവിൽ തോർത്തുകൊണ്ടുള്ള ഒരു കുരുക്കും കണ്ടെത്തിയിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നും പോലീസ് അറിയിച്ചു. 2 സംഭവങ്ങളിലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ആലുവ. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ ശുഭകരമാകും. അതിനാൽ മുത്തൂറ്റ് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി.